ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത വളരെ ടഫായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ലൈക്ക് രാവിലെ നേരത്തെ എണീക്കുന്നത്, ടഫായിട്ടുള്ള ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നത്, ടഫായിട്ടുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, എറ്റ്സെട്ര. നിങ്ങളുടെ ബ്രെയിനിന് അറിയാം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എന്നാലും അത് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. ഇപ്പോൾ ചെയ്യാൻ മൂഡില്ല, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അത് മാറ്റിവെക്കും. സോ ഇവിടെ ചോദ്യം എന്താണെന്നാൽ, ഇത്രയും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. എന്നാൽ ചില ആളുകൾ മാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നു. സോ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇത് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഇതേപ്പറ്റി നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുണ്ടായിരിക്കില്ല. അതാണ് കിഴക്കേ ഏഷ്യയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ദ ലോട്ടസ് മെത്തേഡ്. ഇത് എന്താണെന്നാൽ, ഒരു കാര്യം വളരെ കഷ്ടപ്പെട്ട് ഫോഴ്സ് ചെയ്ത് പെയിൻഫുള്ളായി കംപ്ലീറ്റ് ആക്കുന്ന ഒരു മെത്തേഡല്ല. ഇതെന്നുള്ളത് വളരെ സിമ്പിളായി നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളെ എഫേർട്ട്ലെസ് ആയി ചെയ്ത് തീർക്കുന്ന ഒരു മെത്തേഡാണ്. സാമുറായി മോങ്സും പുരാതന യോദ്ധാക്കന്മാരും ഈ മെത്തേഡായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാം. 12th സെഞ്ച്വറിയിൽ ജപ്പാനിൽ ജൻപി വാർ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ബെൻകൈ എന്നു പേരുള്ള ഒരു മൊങ്ക് യോദ്ധാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ അഗ്രസീവ് ആൻഡ് സ്റ്റബൺ ആയിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു. തൻ്റെ മുന്നിലേക്ക് വരുന്നവരെയെല്ലാം വളരെ ഈസി ആയിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. വളരെ ശാന്തനായിട്ടുള്ള, അതേസമയം വളരെ ബലശാലിയായിട്ടുള്ള ഒരു സാമുറായി ആയിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പേര് യോഷിത്സൂനെ എന്നായിരുന്നു. രണ്ടുപേർക്കും തമ്മിൽ വളരെ കഠിനമായിട്ടുള്ള പോരാട്ടം നടന്നു. അങ്ങനെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ബെൻകൈ ആദ്യമായിട്ട് ഒരു ഫൈറ്റിൽ തോറ്റുപോയി. സോ ഇതിനുശേഷം അദ്ദേഹം വളരെ ദേഷ്യപ്പെടുമെന്നുള്ളതായിരുന്നു മറ്റെല്ലാവരും വിചാരിച്ചത്. എന്നാൽ അദ്ദേഹം ചെയ്തത് എന്താണെന്നാൽ, യോഷിത്സുനയോട് വളരെ ബഹുമാനപൂർവ്വം തന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ അഭ്യർത്ഥിച്ചു. ആ നിമിഷം മുതൽ ബെൻകൈയുടെ ജീവിതം മുഴുവനായിട്ടും മാറി. അദ്ദേഹം ഇന്ത്യൻസ് ട്രെയിനിങ് ചെയ്തു, ഒരുപാട് നാടുകൾ സഞ്ചരിച്ചു, ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചു. ഈ ജേണിയിൽ അദ്ദേഹം ഒരുപാട് കഷ്ടതകളെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. വിശപ്പ്, ദാഹം, വേദന, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ. എന്നാലും അദ്ദേഹം ഒരിക്കലും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കാരണം ബെൻകൈ സ്ട്രഗിൾസിനെ വേറെ രീതിയിൽ കാണാൻ പഠിച്ചിരുന്നു. അദ്ദേഹം ഡിസ്കംഫേർട്ടിനെ അവോയ്ഡ് ചെയ്തില്ല, അതിനെ എംബ്രേസ് ചെയ്യാൻ പഠിച്ചു. അദ്ദേഹം സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തു വേദനകൾക്ക് ഒരു കാരണമുണ്ടായിരിക്കുമെന്ന്. സോ ഓരോ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളും അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി മാറ്റി. സോ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഈ ഒരു മൈൻഡ് സെറ്റാണ് ലോട്ടസ് മെത്തേഡിൻ്റെ ബേസ് എന്നുള്ളത്. എങ്ങനെയാണ് ഒരു താമര കഠിനമായിട്ടുള്ള സാഹചര്യത്തിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരുന്നത്, ഇതുപോലെ ബെൻകൈ വളരെ കഠിനമായിട്ടുള്ള സാഹചര്യത്തിൽ തൻ്റെ മനസ്സിനെ ശക്തമാക്കി മാറ്റി. ഈസ്റ്റേൺ ഫിലോസഫിയിൽ താമരയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം താമര എപ്പോഴും വളരെ അഴുക്കായിട്ടുള്ള, വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് വളരുക. അതൊരിക്കലും ഒരു പെർഫെക്റ്റ് കണ്ടീഷനിലല്ല വളരുന്നത്. അത് വളരുന്ന ആ ഒരു വെള്ളം പോലും അഴുക്കായിരിക്കും. സോ ഇത്രയും കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് അതത്ര സുന്ദരമായിട്ട് അവിടെ വിടർന്നു നിൽക്കുന്നത്. ഇതാണ് ലോട്ടസ് മെത്തേഡിൻ്റെ കോർ എന്നുള്ളത്. വേദനകളെ നമ്മൾ അവോയ്ഡ് ചെയ്യാതെ അതിൻ്റെ കൂടെ വളരാൻ പഠിക്കണം. നമ്മളുടെ ബ്രെയിനിനെ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്ത് ചാലഞ്ചിങ് സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പരിശീലിപ്പിക്കണം. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഇതിനായിട്ട് 4 സിമ്പിളായിട്ടുള്ള ബട്ട് പവർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഇത് വളരെ പ്രാചീന വിദ്യയാണെങ്കിലും ഇന്നത്തെ മോഡേൺ സയൻസ് പോലും ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അതിനു മുന്നേ നിങ്ങൾക്കും ഒന്ന് സ്ട്രോങ് ആയിട്ട് മാറണം. ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു വീക്ക് മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 1, നിൻതായ്. ഒരു താമര വളരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ വിത മണ്ണിനടിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതിനെയാണ് നിൻതായ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എൻഡ്യൂറിങ് പേഷ്യൻസ് എന്നുള്ളതാണ്. അതായത് ക്ഷമയെ ആയുധമാക്കുക. താമര ഒരിക്കലും ഇരുട്ട് കണ്ട് ഭയപ്പെടില്ല. അത് മണ്ണിനടിയിൽ മറിഞ്ഞിരിക്കുകയാണെങ്കിലും അതിനെ അതിജീവിച്ച് ക്ഷമയോട് കൂടി വളരാൻ അത് സ്വയം അതിനെ പ്രാപ്തമാക്കും. പ്രാചീന സാമുറായി ആയോധന കലയിൽ ഒന്നും ഈസി ആയിരിക്കില്ല, എല്ലാം കഠിനമായിരിക്കും. അവർ ഡിഫിക്കൽട്ടിയെയാണ് വെൽക്കമിങ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. മോഡേൺ ന്യൂറോ സയൻസ് ഇതിനെയാണ് സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ദ എബിലിറ്റി ടു സിറ്റ് വിത്ത് ഡിസ്കംഫേർട്ട് വിത്തൗട്ട് റിയാക്ടിങ്.
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്കറിയാം ഇത് വളരെ ടഫാണെന്ന്, എന്നാലും ഞാനിത് ചെയ്യും. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ്. അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള ടാസ്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾ ചെയ്യുക. ആ ഒരു ഫീലിങ്സിനോട് ഫൈറ്റ് ചെയ്യാതെ ജസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഇരിക്കുക ആൻഡ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് അത് ഏറ്റെടുക്കുക, മൂവ് ഓൺ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ബേസ്. ഇവിടെ മുതലാണ് നിങ്ങളുടെ വളർച്ച സ്റ്റാർട്ടാകുന്നത്. 2. സീസായ്, ദ പോസ്റ്റർ ഓഫ് പർപ്പസ്. താമര വളരുമ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിൽക്കും. ആ ഒരു വശത്തെ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും അത് വളരുക. സാമുറായികൾ ഇതിനെയാണ് ദ സീസായ് ഓഫ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ പോസ്റ്റർ, നിങ്ങളുടെ സ്റ്റാൻഡ്സ്. ഇതിലൂടെയാണ് നിങ്ങൾ എത്ര വലിയ ചലഞ്ചസ് വന്നാലും ഫേസ് ചെയ്യേണ്ടത്. ഇന്നത്തെ സൈക്കോളജിയിൽ ഇതിനെ എംപവർഡ് കോഗ്നിഷൻ എന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ബോഡി പോസ്റ്റർ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ കോൺഫിഡൻസ്, ഡിസിപ്ലിൻ ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യും. ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ പോസ്റ്റേഴ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഇതാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ആദ്യം നിങ്ങളുടെ പോസ്റ്റർ ചേഞ്ച് ചെയ്യുക. നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നിങ്ങളുടെ ജ്വാലൈൻ സ്ട്രെയിറ്റ് ആക്കുക, ഒരു ഇൻറ്റൻഷനോട് കൂടി മൂവ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് അതിനെ ഫോളോ ചെയ്യും. സ്റ്റെപ്പ് 3. കെൻഷോ, ദ റിഫ്ലക്ഷൻ ഓഫ് ഗ്രോത്ത്. താമര വിടരും തോറും അത് ഇരുട്ടിനെ തകർത്ത് വെളിച്ചത്തിലേക്ക് വരും. എന്നാലും ആ ഒരു ചേറിൽ നിന്നാണ് അത് വളരുന്നത്. ഇതാണ് കെൻഷോയുടെ സെൻ തത്വം. സീയിങ് വൺസ് ട്രൂ നാച്ചർ. സാമുറായികൾ എപ്പോഴും പ്രോഗ്രസ്സിലായിരിക്കും ഫോക്കസ് ചെയ്യുക, പ്രൈഡിലായിരിക്കില്ല. നല്ല ക്ലാരിറ്റിയും അവരുടെ മൈൻഡിലുണ്ടായിരിക്കും. മോഡേൺ സയൻസ് ഇതേ കാര്യം വേറെ രീതിയിൽ പറയുന്നുണ്ട്. നമ്മളുടെ സെൽഫ് റിഫ്ലക്ഷനാണ് നമ്മളെ മോട്ടിവേഷനിലേക്കും റെസിലിയൻസിലേക്കും നയിക്കുന്നത് എന്ന്. നിങ്ങളുടെ പ്രോഗ്രസ്സിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വീണ്ടും മുന്നേറിപ്പോകാനുള്ള സ്ട്രോങ് വഴികൾ കണ്ടെത്തും. സോ ഇത് പോസിബിൾ ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ നിങ്ങളുടെ ചെറിയ വിജയങ്ങളെ പോലും നോട്ട് ചെയ്ത് വയ്ക്കുക. വീക്കെൻഡിൽ ആ ഒരാഴ്ച എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, എന്തൊക്കെ ചലഞ്ചസിനെ ഫേസ് ചെയ്തു, എന്തൊക്കെ പുതിയതായിട്ട് പഠിച്ചു, ഇതെല്ലാം നോട്ട് ചെയ്യുക. നിങ്ങൾ മുന്നേറിപ്പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് 4. കൈക്ക, ദ ബ്ലൂം ത്രൂ സ്ട്രഗിൾ. വാസ്തവത്തിൽ താമര വിടരാനുള്ള കാരണം അതിന് ലഭിച്ച വലിയ വെളിച്ചമല്ല, ആഴമേറിയ ചേറിൽ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് അത് മുകളിലേക്ക് വന്നതുകൊണ്ടാണ്. ഇതിനെയാണ് കൈക്ക എന്ന് പറയുന്നത്. ഒരു സാമുറായി യോദ്ധാവ് ഇതിനെ എങ്ങനെ കാണുമെന്നാൽ തൻ്റെ വേദനകൾ എന്നുള്ളത് വെറുതെയല്ല, അതിന് ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കും. ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ് വർക്ക് അയാളുടെ ലൈഫിൻ്റെ ഭാഗമാകുന്ന സ്റ്റേജാണ് ഇതെന്നുള്ളത്. ബട്ട് ഇത് ഒരു ദിവസം കൊണ്ട് സാധ്യമാകില്ല. ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് പതിയെ വരുന്ന ഒരു മാറ്റമാണ് ഇതെന്നുള്ളത്. ന്യൂറോ സയൻസിൽ ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. എത്ര ദൂരം നിങ്ങൾ ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെ നടക്കുന്നുവോ അത്രത്തോളം ആ ഒരു വഴി എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറും. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഈ ഒരു കഠിനമായിട്ടുള്ള കാര്യമാണ് റീപ്പീറ്റായിട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനോട് പതിയെ പിന്നെ അഡാപ്റ്റ് ആകും. ഇതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്നത് എല്ലാ ദിവസവും ഒരു ശീലമാക്കി മാറ്റുക. ഓരോ ദിവസവും കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യുക, അതിൻ്റെ മേലെ വർക്ക് ചെയ്യുക. കാരണം ഒരു കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് നടക്കണമെങ്കിൽ അപ്പോൾ അതിലേക്കുള്ള ആ ഒരു കഷ്ടതകളെ ഫേസ് ചെയ്ത് അതിനെ നിങ്ങൾ ഓവർകം ചെയ്തേ പറ്റൂ. സാമുറൈസ് സൂപ്പർ ഹീറോസ് അല്ല, അതുപോലെ താമര മന്ത്രോ അല്ല. എന്നാൽ രണ്ടും ഒരേ കാര്യമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഗ്രോത്ത് എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പോസിബിൾ ആകില്ല. അത് കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്ത് അതിനോട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ സാധ്യമാകൂ എന്ന്. സോ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ബ്രെയിൻ ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു താമരയെ ഓർക്കുക, ബെൻകൈ യോദ്ധാവിനെ ഓർക്കുക. ആൻഡ് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ടാലൻറ്റ് മാത്രം പോരാ, അതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ബുദ്ധിമുട്ടണം. ഇതും നിങ്ങൾ ഓർക്കുക. സോ ഇതിനായിട്ട് നിങ്ങൾ ഡെയിലി ഈ 4 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ലോട്ടസ് മെത്തേഡ്. ഇതിലൂടെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.